വെറും കളിപ്പാട്ടമല്ല പാവകൾ എന്നത് ബംഗളൂരുവിലെ മടിവാളയിലുള്ള ഈ വീട്ടിലെത്തുമ്പോൾ മനസ്സിലാകും. സന്ദേശങ്ങളും ആശംസകളും കൈമാറാൻ പുത്തൻ വഴികൾ തേടുന്ന ഈ ആൻഡ്രോയിഡ് യുഗത്തിൽ അതിനായി പാവകളെ ഒരുക്കിയാലോ എന്ന ഈ വീട്ടമ്മയുടെ ചിന്തയിലാണ് ഇവയുടെ പിറവി. പിന്നെ താമസിച്ചില്ല, ചിന്തയിലെ പുതുമ പാവയിലേക്ക് പകർന്നു. അങ്ങനെ പ്രകൃതിക്ക് ഇണങ്ങിയ വർണ്ണക്കടലാസുകളിൽ ഈ ഇത്തിരി കുഞ്ഞന്മാർ പിറവിയെടുത്തു. ഓരോ ദിവസത്തിന്റെയും പിന്നെ ഓരോ ശുഭമുഹൂർത്തത്തിന്റെയും ഓർമ്മയ്ക്കായി ക്വില്ലിംഗ് എന്ന കലാരൂപത്തിലൂടെ ത്രിവർണ പതാകയെ വന്ദിക്കുന്ന ഈ കുട്ടിപ്പാവകൾ സ്വാതന്ത്ര്യ ദിനത്തിലോ റിപ്പബ്ലിക് ദിനത്തിലോ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കാനുള്ളതാണ്. ഇനി രക്ഷാബന്ധൻ ദിനത്തിനായി തയ്യാറാക്കിയ ഈ പാവകളെ കാണൂ. ഇനി പറയൂ, പ്രിയപ്പെട്ടവർക്കായി ഇതിലും നല്ലത് എന്തു നൽകാനാണ്? പാലക്കാട് സ്വദേശിനിയായ വാണിശ്രീയാണ് ഈ കുട്ടിപ്പാവകൾക്ക് പിറകിൽ. പാരമ്പര്യമായി കിട്ടിയതാണ് വാണിക്ക് ഈ കഴിവ്. ഏകാഗ്രതയും ശ്രമവും ഏറെ വേണ്ട ജോലിയെക്കുറിച്ച് അവർ തന്നെ പറയട്ടെ. പേഷ്യൻസ് വേണം നന്നായിട്ട്. പിന്നെ ഈ സ്ട്രിപ്സ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പിലേക്ക് മാറ്റാൻ അത് കുറച്ച് ഒരു പണി മനസ്സിലുള്ള ഒരു കാര്യമാണ്. പാവകൾ മാത്രമല്ല, കടലാസു കഷ്ണങ്ങൾ കൊണ്ട് മാലയും വളയും കാതിലുകളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അണിയുമ്പോൾ അവ പകരുന്ന സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കുട്ടിപ്പാവയുടെ സൗന്ദര്യത്തിന് പിറകിലെ സന്ദേശം ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുകയാണ്. അതോടെ അതുവഴി വരുമാനമാർഗവും ഈ വീട്ടമ്മയെ തേടിയെത്തുന്നു. ഇനി കാഴ്ചക്കാരോട് ഒരു വാക്ക്. ഈ ക്വില്ലിംഗ് എന്ന കലാസൃഷ്ടിക്ക് നല്ലൊരു പേര് നിർദ്ദേശിക്കുന്നവരെ കാത്ത് ഒരു കുട്ടിപ്പാവ കാത്തിരിക്കുന്നുണ്ട് സമ്മാനമായി. കുറച്ചു പശയും പിന്നെ വർണ്ണക്കടലാസുകളും ചേരുമ്പോൾ ഇത്തരം കലാരൂപങ്ങളാവില്ല. അതിന് മനസ്സിൽ കലാബോധവും അതിലുപരി അർപ്പണവും വേണം. ബംഗളൂരുവിൽ നിന്നും ക്യാമറമാൻ സുരേഷ് പുതുപ്പാടിക്കൊപ്പം ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്.